കണ്ണും പൂട്ടിയുറങ്ങുക നീയൻ കണ്ണേ പുന്നാര പൊന്നു മകനേ. കണ്ണും പൂട്ടിയുറങ്ങുക നീയൻ കണ്ണേ പുന്നാര പൊന്നു മകനേ. താരാട്ട് പാടുവാനമ്മയുണ്ടല്ലോ, താളം പിടിക്കുവാൻ അച്ഛനുണ്ടല്ലോ. താരാട്ട് പാടുവാനമ്മയുണ്ടല്ലോ, താളം പിടിക്കുവാൻ അച്ഛനുണ്ടല്ലോ. കണ്ണും പൂട്ടിയുറങ്ങുക നീയൻ കണ്ണേ പുന്നാര പൊന്നു മകനേ. ഇന്ന് നമുക്ക് രണ്ട് മത്സരാർത്ഥികളാണുള്ളത്. നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് അഭിഷേക് കുമാർ. അഭിഷേക്. കൃഷ്ണ. അപ്പൊ ഞാൻ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഈ ഷോ കണ്ടു കാണുമല്ലോ. അപ്പൊ ഞാൻ ആദ്യം ഒരു എൻട്രി ചോദ്യം ചോദിക്കും. അതിന് അറിയാമെങ്കിൽ ഞാൻ ഓപ്ഷൻ പറയുന്നതിന് മുമ്പ് തന്നെ ബസർ അമർത്താം, ഇല്ലെങ്കിൽ ഓപ്ഷൻസ് കഴിഞ്ഞിട്ട് അമർത്താം. ഓക്കെ. അപ്പോൾ എൻട്രി ക്വസ്റ്റ്യൻ. ഹിറ്റ്ലർ എന്ന സിനിമയിൽ 5 പെങ്ങന്മാരിൽ ജഗദീഷിൻ്റെ ഹൃദയഭാനു എന്ന കഥാപാത്രം. ഓപ്ഷൻസ് പറയുന്നതിന് മുമ്പ് തന്നെ അഭിഷേക് ബസർ അമർത്തി. എന്നാലും ഞാൻ ഒന്ന് ഓപ്ഷൻസ് എന്ന് പറയാം. അമ്മു, തുളസി, ഗായത്രി. തുളസി. അഭിഷേക് ശരി ഉത്തരം നൽകിയിരിക്കുന്നു. വെൽക്കം ടു ദ ഹോട്ട് സീറ്റ്. ആദ്യത്തെ സെഗ്മെന്റായ കേറി വാടാ മക്കളെ. അഭിഷേക്, ഇന്നത്തെ ചോദ്യങ്ങൾ ഏത് ചിത്രത്തിൽ നിന്നാണെന്ന് അറിയാമോ? ഐ തിങ്ക് ഹിറ്റ്ലർ എന്ന ചിത്രത്തിൽ നിന്ന്. ഹിറ്റ്ലർ എന്ന ചിത്രത്തിൽ നിന്നാണ്. കണ്ടില്ലേ ആരൊക്കെയാണ്? മുക്ക, ശോഭന, മുകേഷ്, ജഗദീഷ്, സൈനുദ്ദീൻ. സൈനുദ്ദീൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഹിറ്റ്ലർ എന്ന പടം കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിട്ടുണ്ട്. എത്ര പ്രാവശ്യം കണ്ടു കാണും? അത് ഇപ്പോ പലപ്പോഴായിട്ടല്ലേ? പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോ കേറി വാടാ മക്കളെ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹിറ്റ്ലറിൽ സത്യപാലൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ആരാണ്? എ കൊച്ചിൻ ഹനീഫ, ബി സൈനുദ്ദീൻ, സി ഇടവേളപ്പാവ്. യുവർ ടൈം സ്റ്റാർട്ട്സ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി സൈനുദ്ദീൻ. ഞാൻ എടുത്തിട്ട് പൂട്ടട്ടാ? പൂട്ടിക്കോ. വരിഞ്ച് മുറുക്കട്ടാ? ഞാൻ വരിഞ്ച് മുറുക്കിയിരിക്കുന്നു. ഞാൻ അഭിഷേക് ഇവിടെ വരുന്നതിന് മുമ്പേ ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഒരു സകലകലാ വല്ലഭൻ ആണെന്നറിഞ്ഞു. പാട്ടുപാടും, മിമിക്രി കാണിക്കും, ചിത്രരചനയുണ്ട്, അതുപോലെ തന്നെ എഴുതാറുണ്ട് എന്ന് വേണ്ട എല്ലാ സകല കലകളിലും വല്ലഭനാണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ എനിക്ക് അഭിഷേകിൻ്റെ ഇന്ന് കാണാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ കേട്ടു കാവ്യ മാധവന്റെ ശബ്ദത്തിൽ പാടുവെന്നോ പറയുമെന്നോ ഏതാണ്ടൊരു സംഭവം കേട്ടു. എന്താണത്? പാടത്തില്ല, ജസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കലോത്സവങ്ങളിലൊക്കെ. അങ്ങനെ അതൊന്ന് നമുക്ക് കേൾക്കാം. ഞാൻ ശ്രമിച്ചു നോക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. എനിക്ക് ഈ വേദിയിൽ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ഗിതാമ എന്ന് പറഞ്ഞ ചലച്ചിത്രത്തിൻ്റെ 2ാം ഭാഗം ഇറങ്ങുകയാണ്. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നന്ദി. സോ സൈനുദ്ദീൻ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 1000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം. തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ എന്തായിരുന്നു ഹിറ്റ്ലർ എന്ന സിനിമയുടെ പേര്? എ 5 in 1, ബി മിലിറ്ററി ബ്രദർ, സി ഹിറ്റ്ലർ. 20 seconds ടൈം. സംശയം ഉണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത്. അമ്മയ്ക്ക് അറിയോ? തോന്നുന്നില്ല. മലയാളം ആണ് അങ്ങനെ കൂടുതലായിട്ടും കാണുന്നത്. തമിഴിൽ അങ്ങനെ അത്രയ്ക്ക് പോയിട്ടില്ല. ഇല്ല. ഒന്നുകൂടെ ആലോചിച്ചോ. 5 in 1 ആണോ, മിലിറ്ററി ബ്രദർ ആണോ, ഹിറ്റ്ലർ ആണോ? സമയം തീരാറായി. സാർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ സി. സി ഹിറ്റ്ലർ. ഹിറ്റ്ലർ തന്നെയാണ് അല്ലേ? ഹിറ്റ്ലർ, യെസ്. ഹിറ്റ്ലറിനെ ഞാൻ എടുത്തിട്ട് പൂട്ടി, വരിഞ്ച് മുറുക്കി പൂട്ടിയിരിക്കുക. ഓക്കെ. പിന്നെ ഈ പദ്യപാരായണം അങ്ങനെ വല്ലതും ഉണ്ടോ? പദ്യപാരായണം ഇല്ല, അങ്ങനെ ശ്രമിച്ചിട്ടില്ല. പിന്നെ ഏതാണ്, ഏത് മേഖലയിലാണ്? പിന്നെ ഒന്ന് ഇങ്ങനെ മിമിക്രി, പിന്നെ അതിൽ തന്നെ സോങ് മിമിക്രിയിൽ നമുക്ക് ചെയ്യാലോ. അതേതാണ്? അത് ഏകദേശം ഒരു 6th സ്റ്റാൻഡേർഡ് തൊട്ടാണ് മിമിക്രി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അങ്ങനെ തിരിച്ചറിഞ്ഞത്. അപ്പോൾ അന്ന് ഏറ്റവും
സ്കൂളിലാണെങ്കിലും കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിന്നത് ഇപ്പോൾ നമ്മുടെ ഗാനരംഗത്ത് നിന്ന് കുറച്ച് പിന്മാറി നമ്മുടെ എസ് ജാനകി അമ്മയുടെയാണ് അന്ന് സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. എങ്കിൽ ഒന്ന് കേൾക്കാൻ നോക്ക് പ്ലീസ്. ഓക്കെ, ലിറിക്സ് ഒന്നും അത്ര കറക്റ്റ് ആയിരിക്കില്ല. മരുഭൂമിയാക്കി നിദ്രാതി ഗീതങ്ങളല്ലോ ഇന്നും അവളുടെ രാവുകൾ. ഇതൊരു കഴിവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നമുക്ക് ഇത്രയും വലിയൊരു ഗായികയെ ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യഥാർത്ഥ കഴിവ് തന്നെയാണ്. വെരി ഗുഡ്. അപ്പോൾ എവിടെയാണ് പഠിച്ചുകൊണ്ടിരുന്നേ? ഞാൻ ഞങ്ങളുടെ അടുത്ത് ഉള്ള ഒരു സ്കൂളാണ് തടിയൂർ NSS എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് 7th സ്റ്റാൻഡേർഡ് തൊട്ട് +2 വരെ അവിടെയാണ് കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ ബയോമാക്സ് ആയിരുന്നു +1 +2. +2 എന്താ നല്ലൊരു ടൈം പീരീഡ് തന്നെയായിരുന്നു ആ ഒരു സമയത്ത്. കാരണം ഇപ്പോഴത്തെ ഞാൻ ചോദിക്കുന്നത് മിക്സഡ് കോളേജാണോ അതോ? മിക്സ്ഡ് ആയിരുന്നു. മിക്സ്ഡ് ആയിരുന്നു. നിങ്ങളുടെ ക്ലാസ്സിൽ പെൺകുട്ടികളും ഉണ്ട്? ഉണ്ട്. അപ്പോൾ ക്ലാസ്സിലെ ഹീറോ ആയിരുന്നു? അങ്ങനെയല്ല. അല്ല, അമ്മ അച്ഛനും ഇരിക്കുന്നതുകൊണ്ട് വിഷമിക്കണ്ട. ഇല്ല, കാരണം ഇത്രയും മിമിക്രി കാണിക്കും, പാടും. അപ്പോൾ ആരാധികമാരൊക്കെ ഒരുപാട് വരുമല്ലോ. അങ്ങനെ ഇഷ്ടമാണ് എല്ലാവർക്കും. എല്ലാവരും. അല്ല, ഏറ്റവും കൂടുതൽ ഇഷ്ടം ആർക്കായിരുന്നു? അല്ല, അങ്ങനെ പറയാനില്ല, എല്ലാവർക്കും ഇഷ്ടമാണ് ഒരുപോലെ. ഒരുപോലെ അങ്ങനെ ഇഷ്ടപ്പെടില്ല ഒരിക്കലും ഇല്ല. അല്ല, ഇനി സെപ്പറേറ്റ് ആയിട്ട് സ്പെഷ്യലായിട്ട് ആരും ഇഷ്ടപ്പെടുന്നുണ്ടോ ഞാൻ അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല, ആരും അങ്ങനെ പറഞ്ഞിട്ടും ഇല്ല. അപ്പോൾ അങ്ങനെ അറിയില്ല. വിഷമമുണ്ടോ? വിഷമമൊന്നുമില്ല, സമയം ഇനിയും കിടക്കില്ല ഇഷ്ടം പോലെ. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 18. 18. അല്ല, ഈ പ്രായത്തിലാണല്ലോ ഒരു ഇൻഫാക്ച്വേഷൻ ഒക്കെ വരുന്നത്, ഒരു അഡോളസെന്റ് ഏജ്. ആണ്, പക്ഷെ ഒന്നും തോന്നിയിട്ടില്ല ഇതുവരെ. ഇല്ല. അത് മോശം കേട്ടോ. അപ്പൊ ഹിറ്റ്ലറാണ് എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. അതെ, ഹിറ്റ്ലർ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് 1000 rupees. ഇപ്പോ ഈ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിരിക്കും. ഏത്? അതാണ് ഇതിന്റെ ഒരു ഇത്. മനസ്സിലായി. ഓക്കെ.